Hi everyone, this is Reshma Prijan with Inspiring Depot. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് സർദാർ കെ.എം. പണിക്കർ വിളിച്ച നവോത്ഥാന നായകൻ. ഭാരത കേസരി പുരസ്കാരം പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ഏറ്റുവാങ്ങിയ നവോത്ഥാന നായകൻ. തന്റെ കുടുംബക്ഷേത്രം എല്ലാ സർവ്വ ജാതി മതത്തിൽപ്പെട്ടവർക്കും വേണ്ടി തുറന്നു കൊടുത്ത നവോത്ഥാന നായകൻ. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ അദ്ദേഹം ഭാരത കേസരി ബഹുമതി നേടിയ വ്യക്തിയാണ്. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ഭാരത കേസരി ബഹുമതി നേടിയ, അതുപോലെ സർദാർ കെ.എം. പണിക്കർ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. സമുദായ ആചാര്യനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. തന്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത, അതായത് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി തുറന്നു കൊടുത്ത വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. താലികെട്ട്, തിരണ്ട് കല്യാണം, അങ്ങനെയുള്ളതൊക്കെ നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. മികച്ച വാഗ്മിയാണ്, എഴുത്തുകാരനാണ്, നാടക നടനാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജനനം 1878 ജനുവരി 2 അദ്ദേഹം ജനിക്കുന്നത്. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ദിവസമാണല്ലേ ജനുവരി 2 എന്ന് പറയുന്നത്. എന്താണ്? മന്നം ജയന്തിയാണ്. മന്നം ജയന്തി. ഇപ്പൊ ജനുവരി 2 മന്നം ജയന്തിയായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 2014 മുതലാണ്. നമുക്ക് വിശദമായിട്ട് അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ 1878 ജനുവരി 2 അദ്ദേഹം ജനിച്ചത്. ജനിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയില് പെരുന്ന എന്ന സ്ഥലത്ത് മന്നത്ത് വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് നീലമന ഈശ്വരൻ നമ്പൂതിരിയും മാതാവ് പാർവതി അമ്മയുമാണ്. മാത്രമല്ല ചെറുപ്പകാലത്ത്, അതായത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഗോവിന്ദപിള്ള. 4ാം ക്ലാസ് വരെ പാസ്സായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. പിന്നീട് 1893 അദ്ദേഹം ആദ്യമായിട്ടൊരു ഔദ്യോഗിക ജോലി, അധ്യാപക വൃത്തിയിലേക്ക് കടക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 10 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? മാറി മാറി പല സ്കൂളുകളിലായിട്ട് അധ്യാപകനായിട്ട് മാറി. നല്ലൊരു അധ്യാപകൻ എന്നുള്ള ഖ്യാതി നേടി. പക്ഷെ അവസാനം ജോലി ചെയ്ത സ്കൂൾ ഏകദേശം ഒരു 1903 ആവുമ്പോഴേക്കും അവസാനം ജോലി ചെയ്ത സ്കൂളിലെ HM ആയിട്ട് ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അങ്ങനെ അധ്യാപക ജോലി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ 1902 അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. 1902 മേച്ചോട്ട് വീട്ടിൽ കല്യാണി അമ്മയാണ് വിവാഹം കഴിക്കുന്നത്. ഇത് ആദ്യ വിവാഹമാണ്. പിന്നീട് മറ്റൊരു വ്യക്തിയെ കൂടി വിവാഹം കഴിക്കുന്നുണ്ട്. 1905, അതായത് അധ്യാപക ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഏകദേശം ഒരു 1-2 വർഷം ആകുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? വക്കീലായിട്ട് മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതി പാസ്സായി. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ തന്നെ കോടതി വക്കീലായിട്ട് തിരിച്ചു വന്നു. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കോടതി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചത് 1905 ഈ ഒരു കാലയളവിലൊക്കെ നായർ സമുദായത്തിന്റെ ആ സമുദായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹം ചെറിയ തോതിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ വ്യക്തികളുമായിട്ട് അടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ട് ചേർന്നുകൊണ്ട് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. ആ വ്യക്തികളാണ് കപ്പന കണ്ണൻ മേനോനും കൈനിക്കര ഗോവിന്ദപിള്ളയും. കപ്പന കണ്ണൻ മേനോൻ, കൈനിക്കര ഗോവിന്ദപിള്ള. ഇവരുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് നായർ സമുദായത്തിന്റെ ഉന്നമന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടെ 1910 ആയപ്പോൾ അദ്ദേഹം സ്വന്തം നാടായിട്ടുള്ള പെരുന്നയിൽ എന്ത് ചെയ്തു? ഒരു കരയോഗ മന്ദിരം സ്ഥാപിച്ചു. അതായത് സമ്മേളനങ്ങൾ, യോഗങ്ങൾ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാള്. അതാണ് കരയോഗ മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ കരയോഗ മന്ദിരം എവിടെ സ്ഥാപിക്കുന്നു? പെരുന്നയിൽ സ്ഥാപിക്കുന്നു. ഇതിനിടെ 1912 ഭാര്യ മരണപ്പെടുന്നത്. 1912 ഭാര്യയുടെ വിയോഗം. അതിനുശേഷം കുറെ കാലം അദ്ദേഹം വിഭാര്യനായിട്ട് തുടർന്നു. അങ്ങനെ 1913 അടുത്ത വർഷമാവുമ്പോഴേക്കും മെല്ലെ സാമൂഹിക സേവനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി.
അങ്ങനെ 1913 ചങ്ങനാശ്ശേരിയിൽ തന്നെ നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന ആരംഭിച്ചു. അതാണ് ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം. ആ സംഘടനയുടെ പേരാണ് ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജം. പിന്നീട് അടുത്ത വർഷം 1914 ഒക്ടോബർ 31 ഇന്നത്തെ NSSന്റെ പൂർവകാല രൂപം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ പൂർവകാല സംഘടന എന്നറിയപ്പെടുന്ന നായർ സമുദായ ഭൃത്യ ജനസംഘം പെരുന്നയിൽ ആരംഭിക്കുന്നത് ഈ ഒരു സമയത്താണ്. നായർ സമുദായ ഭൃത്യ ജനസംഘം ആരംഭിക്കുന്നത് 1914 ഒക്ടോബർ 31. ഇത് മറ്റു പല പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഒന്നാണ് മലയാളി സഭ, മറ്റൊരു പേരാണ് കേരളീയ നായർ സംഘടന. അപ്പൊ ഇതൊക്കെ എന്താണ്? നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ്. ആ സംഘടനയുടെ വിവിധ നാമങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നായർ സമുദായ ഭൃത്യ ജനസംഘം എന്നുള്ള സംഘടന, ആ ഒരു പേര് അത് കൊടുത്തത് കപ്പന കണ്ണൻ മേനോനാണ്. നായർ സമുദായ ഭൃത്യ ജനസംഘം എന്ന പേര് കൊടുക്കുന്നത് ആരാണ്? കപ്പന കണ്ണൻ മേനോനാണ്. ഇത് കൂടാതെ അറിയപ്പെടുന്ന പേരുകളാണ് മലയാളി സഭയും കേരളീയ നായർ സംഘടനയും. ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒന്നും കൂടിയുണ്ട്. കേരളീയ നായർ സമാജമുണ്ട്. കേരളീയ നായർ സമാജം NSSന്റെ, അതായത് നായർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ഉന്നമന പ്രവർത്തനങ്ങളുടെ തുടക്കകാലത്ത്, അതായത് മന്നത്ത് പത്മനാഭനും മുന്നേ അതിൽ കുറച്ചും കൂടി പങ്കാളികളായ പ്രവർത്തന നിരതരായിരുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ CV രാമൻ പിള്ളയും അതുപോലെ C കൃഷ്ണപിള്ളയും. അപ്പൊ C കൃഷ്ണപിള്ള രൂപീകരിക്കുന്ന സംഘടന, അദ്ദേഹം 1907 C കൃഷ്ണപിള്ള രൂപീകരിച്ച സംഘടനയാണ് കേരളീയ നായർ സമാജം. ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. കേരളീയ നായർ സംഘടന രൂപീകരിച്ചത് മന്നത്താണെങ്കിൽ കേരളീയ നായർ സമാജം ഇത് രൂപീകരിക്കുന്നതിനും എത്രയോ വർഷം മുന്നേ കേരളീയ നായർ സമാജം രൂപീകരിക്കുന്നതാരാണ്? C കൃഷ്ണപിള്ളയാണ്. രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ഒരേ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, നായർ സമുദായത്തിന് വേണ്ടി തന്നെയാണ് ഈ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. 1915 ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ജൂലൈ 11 നടന്നൊരു കാര്യം എന്ന് പറയുന്നത് സംഘടനയുടെ പേര് മാറ്റിയതാണ്. സംഘടനയുടെ പേര് NSS എന്നാക്കി മാറ്റി. NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. അപ്പൊ ഈ ഒരു പേര് നിർദ്ദേശിച്ച വ്യക്തി എന്ന് പറയുന്നത് K പരമപിള്ളയാണ്. K പരമപിള്ള നിർദ്ദേശിച്ച പേരാണ് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഘടനയുടെ സ്ഥാപനത്തിന് മാതൃകയായിട്ടുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സംഘടനയായ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയായതുകൊണ്ടാണ് പരമപിള്ള ഇതിന് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേര് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പേര് മാറുന്ന എപ്പോഴാണ്? 1915 ജൂലൈ 11. ഓക്കെ. അപ്പൊ 1914 ഒക്ടോബർ 31 സംഘടന ഉണ്ടായി. 1915 ജൂലൈ 11 മുതലാണ് അതിന്റെ പേരെന്തായത്? NSS എന്നായിട്ട് മാറിയത്. അതുപോലെ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? K കേളപ്പനായിരുന്നു NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതുപോലെ ആദ്യത്തെ ട്രഷറർ ആയിട്ടുണ്ടായിരുന്നത് പനങ്ങോട്ട് കേശവ പണിക്കർ. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. അപ്പൊ അദ്ദേഹം 1945 ഓഗസ്റ്റ് 17 വരെ എന്തായിരുന്നു? ഈ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? ഏകദേശം ഒരു 2 വർഷത്തോളം 1945 മുതൽ 47 വരെ NSSന്റെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ആദ്യത്തെ NSS സ്കൂൾ ഇത് ആരംഭിക്കുന്നത് എവിടെയാണ്? കറുകച്ചാലിലാണ്. കോട്ടയത്ത് തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ് കറുകച്ചാൽ. അവിടെയാണ് ആദ്യത്തെ NSS സ്കൂൾ ആരംഭിക്കുന്നത്. ഇതിന്റെ HM ആയിട്ട്, അതായത് സ്ഥാപിക്കുന്ന സമയത്തെ ആദ്യത്തെ HM ഹെഡ് മാസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു? K കേളപ്പൻ തന്നെയായിരുന്നു. അതായത് NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന K കേളപ്പൻ തന്നെയായിരുന്നു
ആദ്യത്തെ NSS സ്കൂളിലെ ആദ്യത്തെ HM ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അല്ലെ, സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ ആരംഭിക്കാനും അങ്ങനെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് മൂലധനം സമാഹരിക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ മൂലധന സമാഹരണത്തിന് വേണ്ടിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങുമ്പോൾ അവരൊരു പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ തുടങ്ങി. ആ ഗാനമാണ് പ്രശസ്തമായ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം. ഇതെഴുതിയതാരാണ്? പന്തളം KP രാമൻപിള്ള എഴുതിയ പ്രാർത്ഥനാ ഗാനമാണിത്. പന്തളം KP രാമൻപിള്ള. അപ്പൊ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? NSSുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു പ്രാർത്ഥനാ ഗാനമാണ് ഇത്. 1915 ആവുമ്പോഴേക്കും അദ്ദേഹം ജോലി രാജിവെച്ച് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെ 1916 ഒരു സമ്മേളനം നടക്കുന്നുണ്ട്, സമസ്ത കേരള നായർ മഹാസമ്മേളനം. അപ്പൊ സമസ്ത കേരള നായർ മഹാസമ്മേളനം എപ്പോഴാണ് നടന്നത്? 1916 അല്ലെ. നമ്മൾ ലക്നൗ പാക്ട് പഠിച്ചിട്ടില്ലേ? അപ്പൊ ലക്നൗ പാക്ട് നടക്കുന്നത് 1916. അതുപോലെ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടക്കുന്നത് 1916. അതുപോലെ 1919 NSSന് ഒരു മുഖപത്രം വരുന്നത്. അപ്പൊ അത് ഏതാണ് ആ മുഖപത്രം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ പത്രം ആരംഭിക്കുന്നത് കോട്ടയം കറുകച്ചാലിൽ നിന്നാണ്. അപ്പൊ അത് ഏതാണ് എന്നുള്ളത്, ആ പേരുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു മുഖപത്രമാണ് അത്. 1921 ഇദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നറിയപ്പെടുന്ന ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം നേടുന്നത്. എപ്പോഴാണ്? 1921. പിന്നീട് 1924 പ്രശസ്തമായ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ അതിൽ പങ്കാളിയായ വ്യക്തിയാണ്. മാർച്ച് 30 അതിൽ പങ്കാളിയായിരുന്നു. അതുപോലെ നവംബർ 1 ആവുമ്പോഴേക്കും വൈക്കം സത്യാഗ്രഹത്തിനോട് അനുബന്ധിച്ച് ഒരു ജാഥ നടക്കാണ്, ഒരു കാൽനട ജാഥ. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള കാൽനട ജാഥ. അപ്പൊ അത് നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആ ഒരു ജാഥയാണ് പ്രശസ്തമായ സവർണ ജാഥ അല്ലെങ്കിൽ കാൽനട ജാഥ എന്നറിയപ്പെടുന്നത്. ഇത് നയിക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തത്, ഇങ്ങനൊരു ജാഥ സംഘടിപ്പിക്കണമെന്ന് മന്നത്തിനോട് ആവശ്യപ്പെട്ടത് ഗാന്ധിജിയായിരുന്നു. അങ്ങനെ 1924 നവംബർ 1 സവർണ ജാഥ നടക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തുന്നു. അവിടെ വെച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ റാണി സേതു ലക്ഷ്മിബായിയെ കണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രശ്നം, ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ആ ഒരു ആവശ്യം അതൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രപ്രവേശനാന്വേഷണ സമിതി, അന്നേ രൂപീകരിച്ച സമിതിയാണിത്, ക്ഷേത്രപ്രവേശന അന്വേഷണ സമിതി. അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു. ഈ ജാഥാംഗങ്ങളൊക്കെ അവിടെ ചെല്ലുകയും അങ്ങനെ ഈ സമിതിയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ഭൂരിഭാഗം നായർ സമുദായ അംഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനത്തിന് സമ്മതമാണ്, അതായത് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അതാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. 1925 നായർ റെഗുലേഷൻ പരിഷ്കരണം വരികയാണ്. അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS എന്ന് പറയുന്ന സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട് ഈ ഒരു സംഘടന മാറി. അപ്പൊ അതാണ് നായർ റെഗുലേഷൻ പരിഷ്കരണം. പിന്നീട് 1929 NSSന്റെ ആദ്യത്തെ കരയോഗം നടക്കുന്നത്. അതെവിടെ വെച്ചിട്ടാണ്? തട്ടയിൽ. അപ്പൊ തട്ടയിൽ വെച്ചിട്ടാണ് NSSന്റെ ആദ്യത്തെ കരയോഗവും NSSന്റെ ആദ്യത്തെ വനിതാ സമ്മേളനവും നടക്കുന്നത്. ഈ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിരുന്ന വ്യക്തിയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. ഈ വ്യക്തിയാണ് കൊച്ചി നിയമസഭാംഗമായ ആദ്യ വനിത. അതുപോലെ കൊച്ചി ദിവാൻ പേഷ്കാറിന്റെയും കവയിത്രിയായ തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെയും മകളാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. ഇത് കൂടാതെ ഇവരും ചില കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. അങ്ങനെ രചിച്ച കൃതികളാണ് ഹേമപഞ്ചരം, ശാരദാമണി, അതുപോലെ തത്വചിന്ത. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. പിന്നീട് 932 നേരത്തെ പറഞ്ഞ തോട്ടക്കാട്ട് മാധവി അമ്മയെ വിവാഹം ചെയ്തു. 1947 ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കുന്നത് 1947 ഇദ്ദേഹം NSSന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായിട്ട് ചേർന്നു. അതായത് കോൺഗ്രസുമായിട്ട് ചേരാൻ തുടങ്ങി. അങ്ങനെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായി. അങ്ങനെ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ഇതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ് മുതുകുളം പ്രസംഗം എന്ന് പറയുന്നത്. 1947 മെയ് 25 കായംകുളത്തിനടുത്ത് വെച്ച് നടന്ന പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. ഇത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. ഉത്തരവാദ ഭരണത്തിനായി സന്ധിയില്ലാ സമരം നടത്തണം എന്ന് പ്രഖ്യാപിച്ച ആഹ്വാനം ചെയ്ത ഒരു പ്രസംഗമായിരുന്നു മുതുകുളം പ്രസംഗം എന്ന് പറയുന്നത്. നടന്നത് 1947 മെയ് 25. ഇതുമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രസംഗം കൂടിയുണ്ട്. അത് നടക്കുന്നത് ഇതിനു മുന്നെയാണ്, 1935. അതാണ് പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം ഇത് നടക്കുന്നത് സി കേശവനാണ്. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. 1935 സി കേശവൻ എന്ത് ചെയ്യുന്നത്? കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. 1947 മെയ് 25 മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? മുതുകുളം പ്രസംഗം നടത്തുന്നത്. ഏതിനു വേണ്ടിയിട്ടാണ്? ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ജൂൺ 14 ഇദ്ദേഹം അറസ്റ്റിലായി. അങ്ങനെ ജൂൺ 8 ശിക്ഷാവിധി വരികയാണ്. 2 വർഷം കഠിന തടവ്. ഇതിനിടയ്ക്ക് ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ പോയി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ശിക്ഷയിൽ ഇളവ് വന്നു. വെറും 2.5 മാസം മാത്രമേ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നുള്ളൂ. പിന്നീട് 1947 അദ്ദേഹം ഒരു കോളേജ് സ്ഥാപിക്കുകയാണ്, ആദ്യത്തെ NSS കോളേജ്. ഈ കോളേജാണ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ്. ആദ്യത്തെ NSS സ്കൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് ആദ്യത്തെ NSS കോളേജാണ്. ഏതാണ്? ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ്. ഇതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ TK നാരായണ അയ്യർ ആയിരുന്നു. TK നാരായണ അയ്യർ. 1949 തിരുവിതാംകൂറിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹം നിയമസഭാംഗമായിട്ട് മാറി. അതേ വർഷം തന്നെ ഓഗസ്റ്റ് 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. പിന്നെ 1950 ആർ ശങ്കറിനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി അഥവാ NDP. അപ്പൊ നിങ്ങൾക്ക് സംശയം വരല്ലേ, കോൺഗ്രസിന്റെ C എവിടെയെന്ന്? പക്ഷെ ഈ സംഘടന NDP എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതിന്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 951 ഹിന്ദു മഹാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഘടന രൂപീകരിക്കുന്നു. ഇതിനു വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് ആർ ശങ്കർ. ആർ ശങ്കറാണ് അതിനു വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നത്. 957 അദ്ദേഹത്തിന്റെ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ പുറത്തിറങ്ങുന്നത്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. മലയാളത്തിലെ UPന്റെ മലയാളം സിലബസിലുള്ളതാണ് ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ. അപ്പൊ അതിൽ വേണ്ടപ്പെട്ട ഒന്നാണ് എൻ്റെ ജീവിത സ്മരണകൾ. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എഴുതിയ ആത്മകഥയാണ്. 1957 ഇത് എഴുതുന്നത്. 1959 അദ്ദേഹം രാഷ്ട്രീയം പാടെ വിട്ടു. അങ്ങനെ 959 അദ്ദേഹത്തിന് ഒരു ബഹുമതി കിട്ടുന്നുണ്ട്. 1959 അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതിയാണ് ഭാരത കേസരി ബഹുമതി.
അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത്. അങ്ങനെയാണ് ഭാരത കേസരി എന്നുള്ള പേരും കൂടി അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി 1959 എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയം വിട്ടു. അന്നത്തെ EMS ഗവൺമെന്റ്, അപ്പം ആ ഗവൺമെന്റിനെതിരായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സമരമുറ ആരംഭിച്ചു. അതാണ് 1959 ജൂൺ 12 വിമോചന സമരം. ഈ വിമോചന സമരം എന്ന് പറയുന്ന വാക്ക് അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. വിമോചന സമരം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ ഈ ഒരു സമരം എന്തിനെതിരെയായിരുന്നു? അന്നത്തെ EMS മന്ത്രിസഭയ്ക്കെതിരെയായിട്ട് വന്നൊരു സമരമുറയായിരുന്നു ഇത്. അപ്പൊ ഇതിന് കാരണം എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മളെ കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു ഈ ഒരു വിമോചന സമരം. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വെടിവയ്പ്പാണ് ചെറിയതുറ വെടിവയ്പ്പ്. അങ്ങനെ ജൂലൈയില് 1959 തന്നെ ജൂലൈ 9 മറ്റൊരു ജാഥ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരാണ് ജീവശിഖ ജാഥ. ഈ ഒരു ജാഥ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് 80-ാമത്തെ വയസ്സായിരുന്നു. 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജീവശിഖ ജാഥ നടത്തുന്നത്. എപ്പോഴാണ്? 1959 ജൂലൈ 9. അപ്പൊ ഈ ഒരു ജാഥ എന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജാഥയാണ്. അപ്പൊ അങ്കമാലി തൊട്ട് തിരുവനന്തപുരം വരെ ജാഥ നടത്തി, എന്നിട്ട് കാൽനട ജാഥ നടത്തി. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് ഗവർണറെ കണ്ടു. ഈ ഒരു മന്ത്രിസഭയെ പുറത്തിറക്കണം എന്നുള്ള ആവശ്യം അറിയിച്ചു. അങ്ങനെ ജൂലൈ 31 ആവുമ്പോഴേക്കും രാഷ്ട്രപതി ഇടപെട്ടു. അങ്ങനെ രാഷ്ട്രപതി എന്ത് ചെയ്തു, ഈ ഒരു മന്ത്രിസഭയെ പിരിച്ചുവിട്ടു, കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അപ്പൊ ഇതൊക്കെയാണ് 1959 മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. 1959 നടന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. എപ്പോഴാണ്? 1959. പിന്നീട് 1964 പന്തളത്ത് മന്നം ഷുഗർ മിൽ ആരംഭിച്ചു. ഇതിനിടയ്ക്ക് 1966 അദ്ദേഹത്തിന് പത്മഭൂഷണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പിന്നീട് 1968 രണ്ടാം ഭാര്യയായ തോട്ടക്കാട്ട് മാധവി അമ്മയുടെ മരണം സംഭവിക്കുന്നത്. പിന്നീട് ഏകദേശം 2 വർഷം ആവുമ്പോഴേക്കും അദ്ദേഹവും മരണപ്പെട്ടു. 1970 ഫെബ്രുവരി 25. അപ്പൊ ഇദ്ദേഹത്തിന് സമാധി സ്ഥലം ഇരിക്കുന്നത് പെരുന്നയിലാണ്. അദ്ദേഹത്തിന് കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിലാണല്ലോ അദ്ദേഹം ജനിച്ചത്. അപ്പൊ അവിടെ തന്നെയാണ്, ജന്മസ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തെ അടക്കിയിട്ടുള്ളത്. സമാധി സ്ഥലവും അത് തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് മരണപ്പെടുന്നത്? 1970 ഫെബ്രുവരി 25. പിന്നീട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്നത് ഏകദേശം 1989 കൂടിയാണ്. പിന്നെ നമ്മൾ ഇന്ന് ആചരിക്കുന്ന മന്നം ജയന്തി, അത് 2014 മുതലാണ് ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. കേരള സർക്കാർ 2014 മുതലാണ് മന്നം ജയന്തി എന്ത് ചെയ്തത്, പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ജനുവരി 2 നമ്മൾ മന്നം ജയന്തിയായിട്ട് കണക്കാക്കുന്നത്. എല്ലായിടത്തും കരയോഗങ്ങൾ സ്ഥാപിച്ചിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എല്ലായിടത്തും കരയോഗങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ബ്രാഹ്മണ സംബന്ധത്തിന്, അതുപോലെ താലികെട്ട്, തിരണ്ട് കല്യാണം, പിന്നെ മരണാനന്തര ആഘോഷങ്ങൾ, ചെലവേറിയ മരണാനന്തര ആഘോഷങ്ങൾ, ശൈശവ വിവാഹം തുടങ്ങിയ ഹിന്ദു അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അതൊക്കെ നിർത്തിവെക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. വേറൊന്ന്, ഇദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തികളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കളത്തിൽ വേലായുധൻ നായർ, അതുപോലെ അമ്പലപ്പാട്ട്
ദാമോദരനാശാൻ. ഈ 3 വ്യക്തികളും ഇദ്ദേഹത്തിന്റെ കൂടെ NSSന്റെ കാലത്ത് പ്രവർത്തിച്ചവരാണ്. ഇദ്ദേഹത്തിന് മുൻപ് NSSന് വേണ്ടി, അതായത് നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞു അല്ലെ, സി കൃഷ്ണപിള്ളയും അതുപോലെ CV രാമൻ പിള്ളയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ NSSന് വേണ്ടി കൂടെ പ്രവർത്തിച്ച വ്യക്തികളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കളത്തിൽ വേലായുധൻ നായർ, അതുപോലെ അമ്പലപ്പാട്ട് ദാമോദരനാശാൻ. അതുപോലെ NSSന്റെ ആശുപത്രി, ആദ്യത്തെ NSS ആശുപത്രി ആരംഭിച്ചത് പന്തളത്ത്. ആദ്യത്തെ പിന്നെ മന്നത്ത് ഷുഗർ മിൽ അല്ലെ, മന്നം ഷുഗർ മിൽ ആരംഭിച്ചതും പന്തളത്താണ്. ആദ്യത്തെ NSS ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ്? പന്തളത്താണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. ഇനി മന്നത്ത് എഴുതിയ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മളൊരു ചെറിയ കോഡിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിത സ്മരണകളിലെ ഞങ്ങളുടെ FMS യാത്ര സ്നേഹലതയും പഞ്ചകല്യാണിയും ചങ്ങനാശ്ശേരിയിൽ വെച്ച് നിരൂപണം ചെയ്തു. FMS എന്ന് വെച്ചാൽ ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ്. ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ്, അതാണ് FMS. അപ്പൊ ഈ ഒരു കോഡിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ജീവിത സ്മരണകൾ, നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, എൻ്റെ ജീവിത സ്മരണകൾ. അതുപോലെ മറ്റൊരു കൃതിയാണ് ഞങ്ങളുടെ FMS യാത്ര. പിന്നെ മൂന്നാമത്തെ കൃതി സ്നേഹലത. ഇതൊരു നോവലാണ്. സ്നേഹലത എന്ന് പറഞ്ഞിട്ടൊരു നോവല് അല്ലെ. കുന്തലത പഠിച്ചിട്ടുണ്ടോ? കുന്തലത ആരെഴുതിയത്? അപ്പു നെടുങ്ങാടി. ഇത് സ്നേഹലത, അത് എഴുതിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ പഞ്ചകല്യാണി നിരൂപണം. പഞ്ചകല്യാണി നിരൂപണം മറ്റൊരു കൃതിയാണ് ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം. മറ്റൊരു കൃതിയാണ്, അഞ്ചാമത്തെ കൃതിയാണ് ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം. ജീവചരിത്ര നിരൂപണം. അപ്പൊ ഇത്രയും കൃതികളാണ് പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളായിട്ടുള്ളത്. ഈ 5 കൃതികൾ ഏതൊക്കെയാണ്? എൻ്റെ ജീവിത സ്മരണകൾ, അത് ആത്മകഥയാണ്. ഞങ്ങളുടെ FMS യാത്ര, FMS എന്ന് വെച്ചാൽ ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ്. അതുപോലെ സ്നേഹലത എന്ന് പറയുന്ന നോവൽ, പഞ്ചകല്യാണി നിരൂപണം, ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം. ഇനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൃതി, അതാണ് മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന് പറയുന്ന കൃതി. ഈ ഒരു കൃതി എഴുതിയത് വി ബാലകൃഷ്ണനും ആർ ലീലാദേവിയും കൂടിയാണ്. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എഴുതിയത് വി ബാലകൃഷ്ണനും ആർ ലീലാദേവിയും. അതുപോലെ ഇദ്ദേഹം അവതരിപ്പിച്ച ഒരു നാടക കഥാപാത്രം, അതായത് CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ. അപ്പൊ ഇതൊക്കെ എന്താണ്? CV രാമൻ പിള്ളയുടെ പ്രശസ്തമായ ചരിത്ര നോവലുകളാണ്. അപ്പൊ അതിലെ മാർത്താണ്ഡവർമ്മ നോവലിനെ ആസ്പദമാക്കിയിട്ടൊരു നാടകം കളിച്ചു. അപ്പൊ ഈ നാടകത്തില് സുന്ദരയ്യന്റെ വേഷത്തില് മന്നത്തിനെ കണ്ടപ്പോ CV രാമൻ പിള്ള അഭിപ്രായപ്പെട്ട കാര്യമാണിത്. ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചതിന്റെ സാഫല്യം ഇപ്പോഴാണ് എനിക്കുണ്ടായത് എന്നുള്ളത്. അപ്പൊ അത് കാണിക്കുന്നത് അദ്ദേഹം ഒരു മികച്ച നാടക നടനും കൂടിയായിരുന്നു എന്നുള്ളതാണ്. നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് മന്നത്ത് പത്മനാഭൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. അപ്പൊ ഇത് ഏതിനെ കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്? NSSനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണിത്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. അതുപോലെ അന്യന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ഏർപ്പാട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് മരുമക്കത്തായത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, മരുമക്കത്തായത്തിൽ മക്കൾക്കല്ല പ്രാധാന്യം വരുന്നത് അല്ലെ, മരുമക്കൾക്കാണ്. അതായത് കാരണവന്മാര് അവരുടെ മരുമക്കൾക്കാണ് ആ ഒരു അവകാശം, അധികാരമെല്ലാം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നതാണ് അന്യന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ഏർപ്പാടാണ് എന്ത്? മരുമക്കത്തായം. അപ്പൊ മരുമക്കത്തായത്തിനെ കുറിച്ച് പറയുന്നതാണ് ഇത്. അന്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ഏർപ്പാടാണ് മരുമക്കത്തായം. അതുപോലെ നമ്പൂതിരി, അതായത് ബ്രാഹ്മണ മേധാവിത്വം. അപ്പൊ അതിനെതിരെ പറയുന്ന ഒരു കാര്യം ഇതാണ്.
അക്ഷരാഭ്യാസം സിദ്ധിക്കാത്ത നിർധനനായ ഒരു ഉണ്ണി നമ്പൂതിരി. സർ സി ശങ്കരൻ നായരെ കണ്ടാലും, സി ശങ്കരൻ നായർ ആരാന്ന് നമുക്കറിയാമോ അല്ലെ? ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പൊ അദ്ദേഹത്തെ കണ്ടാലും എഴുന്നേൽക്കണമെന്ന് ശങ്കിക്കുന്നില്ല. അപ്പൊ താൻ നിർധനാണ്, തനിക്ക് അക്ഷരാഭ്യാസമില്ല, നല്ല അക്ഷരാഭ്യാസമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം മുന്നിലിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പോലും എഴുന്നേൽക്കില്ല. അത് ബ്രാഹ്മണരുടെ എന്താണ്, താൻ തന്നെയാണ് വലുത് എന്നുള്ള സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന തോതിലാണ് ഇദ്ദേഹം പറയുന്നത്. എഴുന്നേൽക്കണമെന്ന് ശങ്കിക്കുന്നില്ല. വെറും ഒരു നമ്പൂതിരിയെ കണ്ടാൽ ശങ്കരൻ നായർക്കായാലും ഇരുപ്പുറയ്ക്കുമെന്ന് തോന്നുന്നില്ല അല്ലെ? ഇപ്പൊ വെറും എങ്ങനെയായാലും ആ ഒരു എന്താണ് ജാതി വ്യത്യാസമുണ്ട് അല്ലെ, അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കണം, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു രൂക്ഷമായ വാക്കുകൊണ്ട് പ്രതികരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നമ്പൂതിരി സംബന്ധമായിട്ട് ബന്ധപ്പെട്ടതാണ്. നായർ വീടുകളിൽ നമ്പൂതിരിമാര് സംബന്ധത്തിന് പോകും. അപ്പൊ ആ ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ ആ സമയത്ത് കിണ്ടിയും വെള്ളവും കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അപ്പൊ അതിനെതിരെ എടുത്തെറിയട കിണ്ടിയും വെള്ളവും എന്ന് ആക്രോശിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കുറിച്ച് പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് അവതരിപ്പിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.